ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഒരു ലീവായിട്ടുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ പനിയായതുകൊണ്ട് ഞാൻ ലീവ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എഴുന്നേറ്റ് വന്ന ഉടനെ അവർക്ക് ഇന്ന് ചോക്കോസ് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചോക്കോസ് ഉണ്ടാക്കുവാണ്. അപ്പോൾ ചോക്കോസ് ഇങ്ങനെ പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അതിലേക്ക് നമ്മളുടെ തിളപ്പിച്ച ചൂട് പാലൊഴിച്ച് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഡയറക്റ്റായിട്ട് കഴിക്കാനായിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും കൊടുക്കുന്ന അത്ര നല്ലതല്ല. അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ ഞാൻ തിളപ്പിച്ച പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം അതിങ്ങനെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് അലുത്ത് വരും. അല്ലെങ്കിൽ ഇത് ചുമ്മാ പിറക്കി കഴിക്കാൻ നല്ലതാണ്. പക്ഷേ അത് കട്ടിയായിരിക്കും. അതിനുശേഷം ഞാൻ ചായ 2 പേർക്കും കുടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കുടിച്ച് ടി വിയും കണ്ട് ഡോറായും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം കട്ടിലിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ? ഭയങ്കരമായിട്ട് എഴുന്നേറ്റ് വന്നിട്ട് ചാടിയതാണ് കേട്ടോ. അതാണ് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ 2 പേരും ഇങ്ങനെ ഡോറയും കണ്ട് ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ 2 പേർക്കും നമ്മുടെ ചോക്കോസൊക്കെ അലുത്ത് കഴിഞ്ഞപ്പം 2 പാത്രത്തിലാക്കി കഴിക്കാനായിട്ട് ഇങ്ങനെ കസേരയൊക്കെ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്ന സമയം കൊണ്ട് നമുക്ക് പണികൾ പെട്ടെന്ന് തന്നെ തീർക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കാനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അത് വെക്കണം. അപ്പം ഞാൻ ജസ്റ്റ് അത് വെക്കുന്ന കാണിച്ചു തരാം. അപ്പം നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ചെയ്യുന്ന വിധത്തിലാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ചുമന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുമന്നുള്ളിയുടെ കൂടത്തിൽ നമ്മുടെ സവോളയും അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും. അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷമാണ് നമ്മളുടെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചേക്കുന്നത് കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് അത് വേകാനായിട്ട് അടച്ചു വയ്ക്കും. അടച്ചു വയ്ക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കും കേട്ടോ. വഴറ്റി കൊടുത്തതിന് ശേഷമാണ് ഉപ്പിട്ട് കുറച്ച് നേരം ഒന്ന് ആവിയിൽ വേവിക്കാനായിട്ട് വെക്കും. സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പൊട്ടറ്റോ അരിയുമ്പോൾ ഇത്രയും കട്ടിക്കാണ് കേട്ടോ അരിയുന്നത്. ചിലർ ഇത് നൈസായിട്ട് അരിയുന്ന കാണാം. പക്ഷേ ഇങ്ങനെ ഇടുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെയാണ് എപ്പോൾ ചെയ്താലും ഇടുന്നത്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. പൊട്ടറ്റോ എല്ലാം ഫുള്ളായി നമ്മൾ വഴറ്റിയ സവോളയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. ആ സവോളയും വഴറ്റിയ ചുവന്നുള്ളിയും എല്ലാം ഒന്ന് മിക്സ് ആകുന്നിടം വരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നന്നായിട്ട് വഴറ്റി ഒന്ന് സെറ്റായതിന് ശേഷം ഇങ്ങനെ ഞാൻ അടച്ചു വെച്ച് കൊടുക്കും. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി നമ്മൾ അടച്ചു വെച്ച് കുറച്ച് നേരം ആവിയിൽ വേവിക്കാനായിട്ട് വെക്കും. അതിൻ്റെ കൂടത്തിൽ നമ്മൾ രാവിലത്തെ കാപ്പിക്ക് വേണ്ടിയിട്ട് പുട്ടുണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഒരു കുറ്റി പുട്ട് മതി, അത് കൂടുതൽ വേണ്ട. ഇത് നമ്മുടെ സ്റ്റീം പൊടിയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലവണ്ണം വെള്ളം ഒഴിച്ച് ഞാൻ കുറച്ച് നേരം അടച്ചു വെക്കും. അപ്പം ഞാൻ പുട്ട് ഉണ്ടാക്കാനായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്ന കാണുമ്പോഴത്തേനും ഓർക്കും അത്രയും വെള്ളം വേണോ എന്ന്. അതിങ്ങനെ ഓവറായിട്ട് വെള്ളമായിട്ട് മാറത്തില്ലെന്ന്. ഇല്ല കേട്ടോ. ഇതിങ്ങനെ കുഴച്ചതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ആ വെള്ളമെല്ലാം അബ്സോർവ് ചെയ്ത് ഈ പുട്ടിൻ്റെ പൊടി നന്നായിട്ട് നനഞ്ഞു വരും കേട്ടോ. അപ്പം നനഞ്ഞു വന്നതിന് ശേഷം ഞാനത് കാണിച്ചു തരാം. അപ്പം ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് നമുക്ക് പോയി ഒന്ന് ഫ്രഷ് ആകാം. അപ്പം ഞാൻ രാവിലെ പല്ല് തേക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ ഉടനെ ഇത് അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ബ്രഷ് ചെയ്യാനായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നിന്ന് ആസ്വദിച്ച്, ഇന്ന് ലീവായതുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിന്ന് പല്ല് തേക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാ പണിയും തീർത്തിട്ട് നമ്മൾ ഓടുകയാണല്ലോ ചെയ്യാറ്. അപ്പോൾ ഇന്ന് സ്വസ്ഥമായിട്ട് ഇന്ന് പല്ല് തേച്ച് കഴിഞ്ഞു. ഇനി നമ്മളുടെ അടുപ്പിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ പുട്ട്
വളരെ സോഫ്റ്റായിട്ട് അലുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ മയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അത് പുട്ടുകുറ്റിക്കകത്തേക്ക് നിറച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തേങ്ങയിട്ട് അതിന് ശേഷം പുട്ടിൻ്റെ പൊടിയും ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കുക്കറിൻ്റെ മുകളിൽ വെച്ചാണ് അത് വേവിച്ചെടുക്കുന്നത്. കാരണം ഇത് നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റിയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഞാൻ പുട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ പൊട്ടറ്റോ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് അതിൻ്റെ ആവിയിലിരുന്ന് തന്നെയാണ് അത് വെന്തിട്ടുള്ളത്. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ഈ കുപ്പി നിങ്ങൾക്ക് നേരത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വാട്ടർ ബോട്ടിൽ നമ്മൾ മേടിച്ചതാണ് 2 ലിറ്ററിൻ്റെ. അപ്പോൾ ഇത് രാവിലെ തന്നെ ഇങ്ങനെ നിറച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ രാവിലെ ഇത്രത്തോളം വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെള്ളം വൈകുന്നേരത്തിനുള്ളിൽ കുടിക്കണം. അപ്പോൾ ഇതൊരു 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അതുകൊണ്ട് ഹെൽപ്പ് എന്ന് പറയുന്നത് എപ്പോഴും വെള്ളം നിറയ്ക്കണ്ട. അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പരിപാടിയാണ് കേട്ടോ. വളരെ റിസ്ക്കാണ്. കാരണം ഒരുപാട് അടുക്കി പറക്കാനുണ്ട്. എല്ലാ സാധനവും എടുത്ത് നിരത്തി ഇട്ടേക്കുവാണ് കേട്ടോ. ആയതുകൊണ്ട് രണ്ടുപേരും നല്ല അലമ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ചും പിന്നെ എപ്പോഴും ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. 2 പേർക്കും വയ്യ. അതുകൊണ്ട് നമുക്ക് പണി ഇരട്ടിയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. കട്ടിലെല്ലാം വിരിച്ചിട്ട് ഇവിടെയെല്ലാം തൂത്തുവാരിയണം. അപ്പോൾ ആ ഒരു പണിയിലാണ്. ഇനി പെട്ടെന്ന് ആ പണികളെല്ലാം തീർത്തിട്ട് വേണം നമുക്ക് കാപ്പി കുടിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു രസകരമായ കാഴ്ചയാണ് കേട്ടോ. ഇങ്ങനെ നിന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. വിരിച്ചിട്ട പാടെ 2 പേരും കട്ടിലേ കയറിയിട്ടുണ്ട്. കട്ടിലേ കിടന്ന് ഭയങ്കര തുള്ളിച്ചയാണ്. അതിപ്പം ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അതെല്ലാം ഫുള്ള് അലങ്കോലമാക്കും. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ 2 പേരും കുളിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെക്കും. അപ്പോൾ എളുപ്പമുണ്ട് കുളിപ്പിച്ചേച്ച് വന്നിട്ട് പെട്ടെന്ന് മാറിക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാപ്പി കുടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളുണ്ടാക്കിയ പുട്ടും പിന്നെ പഴവും അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ സ്പെഷ്യൽ സാധനമുണ്ട്. എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ, മീൻ വറുത്തത്. പുട്ടിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ മീൻ വറുത്ത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വൈകുന്നേരമായപ്പോഴത്തേക്കും ഒരു ചെറിയ മഴ പെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഒരു മാസമായിട്ട് ഭയങ്കര ചൂടാണ്. ഒരു രക്ഷയില്ല, മഴയൊന്നും പെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ നിന്നപ്പോൾ ഇപ്പം ഭയങ്കരമായിട്ട് മൂടിയിട്ട് ചെറുതായിട്ടൊന്ന് തൂളിപ്പോവാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ആ മഴയൊക്കെ കണ്ടപ്പോഴത്തേനും ഭയങ്കര സന്തോഷം. ആ മഴ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ വെളിയിലിരിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതുകൂടെ ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഈ മഴ കാണുമ്പോഴത്തേനും ഭയങ്കര മഴയാണല്ലോ എന്ന് തോന്നും. ഒന്നുമില്ല കേട്ടോ, ഈ ഫോണിലൂടെ കാണുമ്പോൾ തോന്നുന്നതാണ്. ചെറുതായിട്ടൊന്ന് തൂളിപ്പോയതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ തൂളിയതാണെങ്കിൽ പോലും ഒരു മാസമായിട്ട് പെയ്യാതെ നിന്നിട്ട് ഒരു ചെറിയ മഴ പെയ്യുമ്പോഴത്തെ സുഖമല്ലേ. അപ്പോൾ ഇനി ജൂൺ മാസമൊക്കെ വരുമ്പോഴത്തേനും കണ്ടിന്യൂസ് മഴയാണ്. പക്ഷേ ഇപ്പം പെയ്യുന്ന ഈ മഴയ്ക്ക് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ദിവസം.